വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരോ ഉണ്ടോ എങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രധാന സർക്കാർ രേഖയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വെറും 10 രൂപ ഫീസ് നൽകി കേരളത്തിൽ എടുക്കാൻ കഴിയുന്ന സീനിയർ സിറ്റിസൺസ് കാർഡിനെ കുറിച്ച്. ആദ്യം എന്താണ് സീനിയർ സിറ്റിസൺ കാർഡ് എന്ന് പറയാം. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ പ്രായം തെളിയിക്കുന്നതിനും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയാണ് സീനിയർ സിറ്റിസൺ കാർഡ്. കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പും ഈ ഡിസ്ട്രിക്ട് സംവിധാനവും വഴിയാണ് ഈ സേവനം ലഭ്യമാകുന്നത്. മുതിർന്ന പൗരന്മാർക്ക് ആശുപത്രികൾ, ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഈ കാർഡ് സഹായകരമാകും. ഇനി എന്തൊക്കെയാണ് ഈ കാർഡിന്റെ പ്രധാന നേട്ടങ്ങൾ എന്ന് പറയാം. ആദ്യത്തേത് യാത്രാ ആനുകൂല്യങ്ങളാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ബസ് സർവീസുകളിൽ സീനിയർ സിറ്റിസൺസിന് യാത്രാ നിരക്കിൽ ഇളവുകൾ നൽകുന്നുണ്ട്. ട്രെയിൻ യാത്രയിൽ പ്രത്യേക ടിക്കറ്റ് കൗണ്ടേഴ്സ്, ലോ ബെർത്ത് ലഭിക്കുന്നതിനുള്ള മുൻഗണന തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ്. അതുപോലെ വിമാനയാത്രയിലും ചില സാഹചര്യങ്ങളിൽ സീനിയർ സിറ്റിസൺസിന് ഫെയർ കൺസെഷൻ ലഭിക്കാറുണ്ട്. എന്നാൽ ഇത്തരം ആനുകൂല്യങ്ങൾ ഓരോ സ്ഥാപനത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നിലവിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ചായിരിക്കും. അതിനാൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തേത് ആശുപത്രികളിലെ മുൻഗണനയാണ്. ചില സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സീനിയർ സിറ്റിസൺസിന് OPD ടോക്കൺ എടുക്കുന്നതിനും ഡോക്ടറെ കാണുന്നതിനും മുൻഗണന ലഭിക്കാറുണ്ട്. ചില ആശുപത്രികളിലും ലാബുകളിലും പരിശോധനകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഇളവുകളും ലഭിച്ചേക്കാം. മൂന്നാമത്തേത് ബാങ്കിംഗ് ആനുകൂല്യങ്ങളാണ്. സീനിയർ സിറ്റിസൺസിന് പല ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്വയറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ സാധാരണ ഉപഭോക്താക്കളെക്കാൾ അധിക പലിശ നൽകാറുണ്ട്. പലിശ നിരക്ക് ബാങ്കിനും നിക്ഷേപ പദ്ധതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. കൂടാതെ സീനിയർ സിറ്റിസൺസിന് ബാധകമായ ചില ആദായ നികുതി ആനുകൂല്യങ്ങളും ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. ഇനി സീനിയർ സിറ്റിസൺസ് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. കേരള സർക്കാരിന്റെ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഓൺലൈനായി നിങ്ങൾക്ക് കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായി ആദ്യം ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പേര്, ജനനതീയതി, വിലാസം, ഫോട്ടോ തുടങ്ങിയ ആവശ്യമായ വിവരങ്ങൾ നൽകണം. തുടർന്ന് അപേക്ഷാ ഫീസ് അടയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈറ്റിൽ പറയുന്നതനുസരിച്ച് അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഓൺലൈനായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ സെന്റർ വഴിയും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ അക്ഷയ സെന്റർ വഴി അപേക്ഷിക്കുമ്പോൾ സർവീസ് ചാർജ് അധികമായി വന്നേക്കാം. ഇനി ആവശ്യമായ രേഖകൾ കൂടി നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ SSLC ബുക്ക് എന്നിവ ആവശ്യമായി വരും. വിലാസം തെളിയിക്കുന്നതിനായി റേഷൻ കാർഡ്, വോട്ടർ ID, വൈദ്യുതി അല്ലെങ്കിൽ വെള്ളത്തിന്റെ ബിൽ തുടങ്ങിയ രേഖകളും ആവശ്യമായി വരാം. കൂടാതെ മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും തയ്യാറാക്കി വെക്കണം. ചില സാഹചര്യങ്ങളിൽ ബ്ലഡ് ഗ്രൂപ്പ് തെളിയിക്കുന്ന രേഖയും ആവശ്യമായി വന്നേക്കാം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധാരണയായി 15 മുതൽ 30 ദിവസം വരെ എടുക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വെരിഫിക്കേഷൻ പൂർത്തിയായ ശേഷം കാർഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. വെറും 10 രൂപയുടെ അപേക്ഷാ ഫീസിൽ ലഭിക്കുന്ന ഈ കാർഡ് മുതിർന്ന പൗരന്മാർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഉപകാരപ്പെടും. എന്നാൽ യാത്രാ ഇളവ്, ആശുപത്രി ആനുകൂല്യം, ബാങ്ക്, പലിശ തുടങ്ങിയ ഓരോ സ്ഥാപനത്തിന്റെയും നിലവിലെ നിബന്ധനകൾക്ക് ഇത് വിധേയമാണ്. അതിനാൽ കാർഡ് എടുക്കുന്നതിന് മുൻപും ആനുകൂല്യം ഉപയോഗിക്കുന്നതിന് മുൻപും ബന്ധപ്പെട്ട ഔദ്യോഗിക വകുപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കാൻ മറക്കണ്ട. ഇത്തരം ഉപകാരപ്രദമായ സർക്കാർ പദ്ധതികളും സാമ്പത്തിക വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.